നമസ്കാരം. ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം ഇതുവരെയുള്ള എല്ലാ പ്രധാന വാർത്തകളുടെയും തലക്കെട്ടുകൾ കാണാം. ഒമാൻ തീരത്ത് മുങ്ങിത്താഴാൻ തുടങ്ങിയ കപ്പലിൽ നിന്ന് 14 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി US നാവികസേന. സഹായത്തിന് ജബൽ അലി എന്ന കപ്പലും ഇന്ത്യൻ പതാക വഹിച്ച വിരാട് 1 ചരക്ക് കപ്പൽ മുങ്ങാൻ കാരണം എഞ്ചിൻ തകരാറെന്ന റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഷിഗല്ലെ ബാധിച്ച് ഇതുവരെ 3 മരണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 4 കുട്ടികൾ ICUവിൽ. നിപ്പയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി. സർക്കാരുമായി സഹകരിക്കാത്തതിനാലാണ് DHS ഡോക്ടർ റീനയെ മാറ്റിയതെന്നും മന്ത്രി. നിപ്പ സ്ഥിരീകരിച്ചതോടെ വയനാട്ടിലെ തമിഴ്നാട് അതിർത്തികളിൽ പരിശോധന ശക്തം. ശബരിമലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന. പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയുടെ താഴത്തെ ഭാഗവും ഇളക്കി പരിശോധിക്കുന്നു. സാമ്പിൾ ശേഖരിക്കില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് CPM. ശബരിമല യുവതീ പ്രവേശന സമയത്തും സ്വർണ്ണക്കൊള്ളക്കേസിലും താൻ ചതിക്കപ്പെട്ടുവെന്ന പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നു. ആത്മകഥയിൽ ചില ഉന്നതരുടെ പേരുകളെന്ന സൂചനകൾ തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പത്മകുമാർ പാർട്ടി നടപടി നേരിടുന്ന ആളെന്നും മറുപടി നൽകേണ്ട കാര്യമില്ലെന്നും MV ഗോവിന്ദൻ. സ്ത്രീകൾക്കായുള്ള KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നാളെ മുതൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ CPM MLA-മാർ വിട്ടുനിൽക്കും. RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർ കേരളത്തോട് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നടപടി കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും VC-മാരുടെ അന്തസ്സിനും നിരക്കാത്തതെന്ന് മുഖ്യമന്ത്രി. ഗവർണറുടെ ഇടപെടലിനെതിരെ UDF-ന് പ്രതിരോധം തീർക്കാനാകുന്നില്ലെന്ന് പിണറായി വിജയൻ. വിശദമായി പരിശോധിക്കാം. ശബരിമലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന ആരംഭിച്ചു. മിഥുനമാസ പൂജകൾക്കായി നട തുറന്ന ശേഷമാണ് സംഘം പരിശോധന തുടങ്ങിയത്. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ, SIT സന്നിധാനത്തുണ്ട്. പരിശോധന നടക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇന്ന്? സാമ്പിൾ ശേഖരിക്കില്ല എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിലായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്ത് പരിശോധന നടത്തുക? ഇത് SITയുടെ നിർണായകമായ പരിശോധനയാണ് ഇന്നിപ്പോൾ സന്നിധാനത്ത് നടക്കുന്നത്. മിഥുനമാസ പൂജകൾക്കായി ഇവിടെ നട തുറന്നതിനു ശേഷമാണ് ഇത്തരത്തിലൊരു പരിശോധന സംഘം ആരംഭിച്ചത്. പ്രധാനമായും ഈ കട്ടിളപ്പാളിക്ക് സമീപമുള്ള ഭാഗങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇവിടെ കട്ടിളപ്പള്ളിക്ക് മുകളിൽ ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലെ സ്വർണവും അതുപോലെ ദ്വാരപാലക ശില്പങ്ങളോടൊപ്പം വേർതിരിച്ചെടുത്തും SIT കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ ഈ കട്ടിളപ്പാളികളിൽ ഘടിപ്പിച്ച ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 പാളികൾ, അതുപോലെ രാഖി ചിഹ്നം ആലേഖനം ചെയ്ത 2 പാളികൾ, കട്ടിളപ്പാളികൾക്ക് മുകളിലെ പ്രഭാമണ്ഡല പാളികൾ എന്നിവയടക്കം 7 പാളികളിൽ നിന്നാണ് നേരത്തെ ഈ പ്രതികൾ സ്വർണം കവർന്നതായി SIT കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ്. ആ ഭാഗത്താണ് പ്രധാനമായി പരിശോധന നടക്കുന്നത്. ഇതിന്റെ ഒരു സാമ്പിൾ ശേഖരിച്ചേക്കില്ല എന്നാണ് കിട്ടുന്ന വിവരം. എന്തായാലും ഈ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അവസാന ഘട്ടമായി ഒരു പരിശോധന കൂടി നടക്കുന്നത്. നേരത്തെ ഇതിനു മുമ്പ് 2 തവണ പരിശോധന നടത്തിയിരുന്നു. വലിയ ഭാഗങ്ങൾ ഇതിനു മുൻപ് SIT സംഘം ശേഖരിച്ചിരുന്നു. ഇതൊക്കെ ലാബിൽ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. എന്തായാലും ചിലപ്പോൾ ഈ പരിശോധന നാളത്തേക്കും നീണ്ടേക്കാം. ഇതിനുശേഷം ഈ കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് ഇന്നിപ്പോൾ ഈ പരിശോധനകൾ നടക്കുന്നത്. ഇതിനുശേഷം അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. അമ്പിളി, എന്തായാലും ശബരിമല സന്നിധാനത്തെ SIT സംഘം അന്വേഷണത്തിനെത്തിയിരിക്കുകയാണ്. അവിടെ പരിശോധന പുരോഗമിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് കണ്ണൻ നൽകിയത്. മിഥുനമാസ പൂജകൾക്കായി നട തുറന്ന ശേഷമാണ് സംഘം പരിശോധനയ്ക്കെത്തിയത്. സാമ്പിൾ ശേഖരിക്കില്ല. കട്ടിളപ്പാളിയും അതുപോലെ തന്നെ പ്രഭാമണ്ഡലവും ഒക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. കണ്ണൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നിർണായകമായ പരിശോധനയാണ്. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുക. ശബരിമല യുവതീ പ്രവേശന സമയത്തും സ്വർണ്ണക്കൊള്ളക്കേസിലും താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നു. തനിക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് പിന്നിലെ ഉന്നത നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുത്തി പത്മകുമാർ ആത്മകഥ എഴുതുന്നതായാണ് വിവരം. തിങ്കളാഴ്ച ചേരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പത്മകുമാറിനെതിരെയുള്ള അച്ചടക്ക നടപടി ചർച്ച ചെയ്യാനിരിക്കെയാണ് ഈ നിർണായക നീക്കം. ഇടതു സർക്കാർ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് രഹസ്യ നീക്കം നടത്തിയ ദിവസം തന്നെയും ADGP S ശ്രീജിത്തിനെയും ബോധപൂർവം സന്നിധാനത്ത് നിന്ന് മാറ്റിയെന്നാണ് പത്മകുമാറിന്റെ പ്രധാന വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും DGP ഓഫീസിൽ നിന്നും പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകി തങ്ങളെ വിളിപ്പിക്കുകയായിരുന്നു.
പുലർച്ചെ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ഓഫീസിലെത്തി TV ഓൺ ചെയ്തപ്പോഴാണ് യുവതികൾ മലകയറിയ വിവരം താൻ അറിയുന്നത്. ഇതിനു പിന്നിൽ ചില ഉന്നതരുടെ കരങ്ങളുണ്ടെന്നും ഇക്കാര്യങ്ങളെല്ലാം തന്റെ ആത്മകഥയിൽ ഉണ്ടാകുമെന്നും പത്മകുമാർ അടുത്ത സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാദമായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലും താൻ നിരപരാധിയാണെന്നാണ് പത്മകുമാർ അവകാശപ്പെടുന്നത്. കേസിലെ രജിസ്റ്ററിൽ ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തത് മറ്റാരോ ആണ്. അതിൽ ഒപ്പിടാൻ താൻ നിർബന്ധിതനാവുകയായിരുന്നു. ഈ കൈപ്പടയെക്കുറിച്ച് കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പാർട്ടിയിൽ നിന്ന് കടുത്ത അച്ചടക്ക നടപടി ഒഴിവാക്കാനുള്ള പത്മകുമാറിന്റെ സമ്മർദ്ദ തന്ത്രമായാണ് ആത്മകഥാ പ്രഖ്യാപനമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. പലതും പുറത്തു വന്നാൽ ഉന്നതർ കുടുങ്ങുമെന്ന ഭയത്താൽ പ്രശ്നം ഒതുക്കി തീർക്കാനും ചില കോണുകളിൽ നിന്ന് ശ്രമമുണ്ട്. നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ തിങ്കളാഴ്ച ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടാകുമെങ്കിലും വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക പാർട്ടി സംസ്ഥാന കമ്മിറ്റിയായിരിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയുമായ പത്മകുമാറിന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്ത്രീ പ്രവേശന സമയത്ത് പത്മകുമാറിനെ ശബരിമലയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് മാറ്റി നിർത്തി എന്നത് ശരിയല്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആത്മകഥ എഴുതട്ടെ, പക്ഷേ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടിൽ മാറ്റമില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ആത്മകഥ എഴുതുന്ന ഒരു പുതുമയുള്ള കാര്യമില്ലല്ലോ. പലരും ആത്മകഥ എഴുതുന്നുണ്ടല്ലോ. അത് എഴുതട്ടെ. പക്ഷേ ഞങ്ങളെ പാർട്ടിയുടെ കാര്യമെന്ന് പറയുന്നത് പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി ആലോചിക്കും. ആ ആലോചനയുടെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ തീരുമാനമായിട്ട് വരികയും ചെയ്യും. അതിനിതൊന്നും ബാധകമായിട്ട് വരുന്ന കാര്യമല്ല. പത്മകുമാറിന് മറുപടി പറയേണ്ട കാര്യം തനിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നടപടി നേരിടുന്ന ആളാണ് പത്മകുമാറെന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടനാ നടപടി കൈക്കൊള്ളുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അക്കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. പത്മകുമാർ എന്താണോ പറയുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക. ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയേണ്ടില്ല. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ഘട്ടത്തിൽ എല്ലാ ചുമതലകളിൽ നിന്നും എല്ലാ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലില്ല. സംഘടനാപരമായ നടപടി സ്വീകരിക്കേണ്ടത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റി ആവശ്യമായ സംഘടനാ നടപടി സ്വീകരിക്കും എന്നിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം പോലെ മാധ്യമങ്ങളോട് തന്നെ വിശദീകരിച്ച കാര്യമാണ്. അതിനപ്പുറത്ത് അദ്ദേഹം പറയുന്ന കാര്യത്തിന് മറുപടി പറയേണ്ട കാര്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹം തന്നെ പറയട്ടെ. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയായ 43-കാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. പുതിയ നിപ കേസുകളില്ലെന്നും മരുന്നിന് ക്ഷാമം നേരിടുന്നില്ലെന്നും ആരോഗ്യമന്ത്രി K മുരളീധരൻ. പ്രതിപക്ഷ ആരോപണങ്ങൾ ശക്തമായതോടെയാണ് പ്രതികരണം. അതേസമയം വയനാടിന്റെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ തമിഴ്നാട് ആരോഗ്യവകുപ്പ് പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ആരോഗ്യമന്ത്രി K മുരളീധരൻ രംഗത്തെത്തിയത്. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് മുതൽ റീബാവറിൻ മരുന്നും ജൂൺ 12-ന് മോണോക്ലോണൽ ആന്റിബോഡിയുടെ ആദ്യ ഡോസും നൽകിയിട്ടുണ്ടെന്നാണ് വിശദീകരണം. ഇന്ത്യയിൽ സ്റ്റോക്കില്ലാതിരുന്ന മെഡിസിൻ ബഹ്റൈനിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണെന്നും പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി K മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. നിപ അവലോകന യോഗത്തിന് ശേഷമായിരുന്നു പ്രതികരണം. പിന്നെ നിലവിൽ പുതിയ കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ ലക്ഷണം ഉണ്ടായിരുന്ന 11 പേരെ പരിശോധിച്ചു. ഇന്ന് അതിൻ്റെ റിസൾട്ടൊക്കെ നെഗറ്റീവാണ്. ഇതുവരെ മൊത്തം 30 ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ 29 നെഗറ്റീവാണ്. പേഷ്യൻറ്റിൻ്റെ മാത്രമേ പോസിറ്റീവുള്ളൂ. ഞാൻ ടോട്ടൽ പരിശോധിച്ച സമ്പർക്ക പട്ടികയിലുള്ള രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. നിലവിൽ 100 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 4 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 82 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണ്. സമ്പർക്ക പട്ടികയിൽ 44 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം ഡിവിഷനിൽ 320 വീടുകളിലായി 1047 പേരെ സർവേ നടത്തിയതിൽ ആർക്കും നിലവിൽ നിപ ലക്ഷണങ്ങളില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം നിപ പ്രതിരോധത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം. നിപ വൈറസിൻ്റെ വ്യാപനം തടയാനുള്ള ഏകോപനം ആ രീതിയിലുണ്ടാകുന്നില്ല. അപ്പോൾ ഏകോപനമില്ലായ്മ ഇപ്പോഴും തുടരുന്ന അവസ്ഥയാണുള്ളത്.
കോഴിക്കോട് നിപ സ്ഥിരീകരിച്ചതോടെ വയനാടിന്റെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ തമിഴ്നാട് ആരോഗ്യ വകുപ്പ് പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ജനുവരി മുതൽ ഇതുവരെ ആകെ 135 ഷിഗല്ല കേസുകൾ സ്ഥിരീകരിച്ചതായി മന്ത്രി അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്ന ഡോക്ടർ റീനയെ വിമർശിച്ച് മന്ത്രി കെ മുരളീധരൻ നിപ പരിശോധന ഫലം വന്നതറിഞ്ഞിട്ടും DHS തന്നെ അത് മുൻകൂട്ടി അറിയിച്ചില്ലെന്നും അവർ സർക്കാരുമായി പൂർണ്ണമായി സഹകരിച്ചില്ലെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. വകുപ്പിൽ ചിലർ തുരപ്പൻ പണി കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തുരപ്പൻ പണി കാണിച്ചതുകൊണ്ടാണ് DHS റീനയെ മാറ്റിയതെന്നും ഇത്തരം ആളുകളെ ഇനിയും മാറ്റുമെന്നും ഇത് സർക്കാരിന്റെ വിവേചനാധികാരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1 മണിക്ക് റിസൾട്ട് വന്നുവെന്നും അത് അന്നത്തെ DHS അറിഞ്ഞിരുന്നുവെന്നും എന്നോടൊപ്പം അന്ന് പങ്കെടുത്ത DHS ഈ വിവരം എന്നെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അവധിയുടെ കേസല്ല, അവധി ഞങ്ങൾ പരിഗണിച്ചിട്ടേ ഇല്ല. അതൊരു തെറ്റായിട്ടുള്ള രീതി വന്നപ്പോൾ ഞങ്ങൾ തിരുത്തി. അവധി ആർക്കും അപേക്ഷിക്കാം, അസുഖം വരുമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള വിവരങ്ങൾ മറച്ചു വയ്ക്കുകയും എന്നിട്ട് ഇതേ DHS ആണ് എന്നെ 6 മണിക്ക് വിളിച്ച് പറയുന്നത്, 6:30 മണിക്ക് വിളിച്ച് പറയുന്നത് റിസൾട്ട് വന്ന് പോസിറ്റീവായി. അപ്പോൾ 1 or 2 ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് മന്ത്രിയും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സുഖത്തിലല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഈ രോഗം പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ചില കോലി വയ്ക്കുന്നവരെ നടപടിയെടുക്കും. അങ്ങനെ രേഖാനുകൾ ചിലർ മറ്റ് തുരപ്പം പണി കാണിച്ചു അവരെ പിടിക്കുകയും ചെയ്യും. അത് അതിൻ്റെ ഭാഗമാണ് DHSനെ മാറ്റിയത്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച വേണ്ട. പകർച്ചവ്യാധി ആശങ്കയിൽ കേരളം. ഇന്നലെ ഡെങ്കിപ്പനി ബാധിച്ചത് 85 പേർക്ക്. 2 ദിവസത്തിനിടെ 48 പേർക്ക് മഞ്ഞപ്പിത്തം. ഈ മാസം മാത്രം എലിപ്പനി റിപ്പോർട്ട് ചെയ്തത് 107 പേർക്കാണ്. മഴ ശക്തമായതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് പകർച്ചവ്യാധികളും പടരുന്നത്. വൈറൽ പനി ബാധിച്ച് ആയിരങ്ങളാണ് ആശുപത്രികളിൽ ചികിത്സ തേടുന്നത്. ഇതിനിടെയാണ് പനികളിൽ ഗുരുതരമായ ഡെങ്കിപ്പനിയും എലിപ്പനിയും മഞ്ഞപ്പിത്തവും ബാധിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നത്. ഇന്നലെ 85 പേർക്കാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഈ മാസം 758 പേർക്ക് പനി ബാധിച്ചപ്പോൾ 3 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിക്കുകയും ചെയ്തു. 8 പേർക്ക് ഇന്നലെ എലിപ്പനി റിപ്പോർട്ട് ചെയ്തപ്പോൾ 107 പേർക്ക് ഈ മാസം ഇതുവരെ രോഗം സ്ഥിരീകരിക്കുകയും 2 പേരുടെ മരണത്തിനും കാരണമായിട്ടുണ്ട്. മലിനജലത്തിലൂടെയുള്ള മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണവും നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. 2 ദിവസത്തിനിടെ 48 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഈ മാസം 15-നകം 313 പേർ മഞ്ഞപ്പിത്ത ബാധിതരാവുകയും 2 പേർ മരിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ കോളറയുടെ ലക്ഷണങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ആരോഗ്യവകുപ്പ് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. ഷിഗല്ലയുടെയും നിപ്പയുടെയും കേസുകൾ വർദ്ധിക്കുന്നതിനിടെ മറ്റ് പകർച്ചവ്യാധികൾ തടയാനും ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജാഗരൂകരാകണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആങ്കിലോസിംഗ് സ്പോൺലൈറ്റിസ് എന്ന രോഗം ബാധിച്ചവർക്ക് സർക്കാർ മെഡിക്കൽ കോളേജ് വഴി സൗജന്യമായി നൽകി വന്നിരുന്ന ഇഞ്ചക്ഷൻ മാസങ്ങളായി നിലച്ചെന്ന് പരാതി. ഇതുമൂലം മാസം വലിയൊരു സംഖ്യ മരുന്നിനായി കണ്ടെത്താൻ വേണ്ടി നട്ടം തിരിയുകയാണ് പല രോഗികളും. തൃശൂർ അരിമ്പൂർ സ്വദേശി ജെയ്സനും മരുന്ന് ലഭിക്കാതെ വന്നതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. പഞ്ചായത്ത് നൽകിയ ഫോട്ടോ കോപ്പി മെഷീൻ ഉപയോഗിച്ച വീട്ടിലിരുന്ന് ഉപജീവനമാർഗം കണ്ടെത്തുന്ന വ്യക്തിയാണ് ജേസൺ. യുവാക്കളെ ഗുരുതരമായി ബാധിക്കുന്ന അപൂർവ വാതരോഗമായ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് രോഗബാധിതനുമാണ് ജേസൺ. 2013 മുതൽ ജേസന് ബയോളജിക്കൽ ഇഞ്ചക്ഷൻ നൽകുന്നുണ്ട്. 2021 മുതൽ സർക്കാർ പദ്ധതിയിലൂടെ മെഡിക്കൽ കോളേജ് വഴി ഇഞ്ചക്ഷൻ സൗജന്യമായി ലഭിച്ചിരുന്നു. എന്നാൽ 3 മാസത്തിലധികമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ മരുന്ന് സ്റ്റോക്കില്ലാത്തതിനാൽ ബുദ്ധിമുട്ടിലാണെന്ന് ജെയ്സൺ പറയുന്നു. 2013 തൊട്ട് ഞാൻ ഒരു ബയോളജിക്കൽ ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 2021 തൊട്ട് നമുക്ക് സർക്കാരിന്റെ പദ്ധതി വഴി KSSM നമുക്ക് ഇഞ്ചക്ഷൻ വിതരണം ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ വഴി. 3-4 മാസമായിട്ട് തീരെ വിതരണം ഇല്ലേ മെഡിക്കൽ കോളേജിൽ നിന്ന്. ഈ അസുഖമുള്ളവർക്ക് ഇങ്ങനെ ഒരു മരുന്ന് വിതരണം നിലവിൽ നിലച്ചൊരവസ്ഥയാണ്. ഇന്ത്യയിൽ 1,00,000-7 പേർക്കാണ് ഈ രോഗമുള്ളതെന്നാണ് കണക്ക്. നട്ടെല്ലിനും ഇടുപ്പെല്ലിനും ബാധിക്കുന്ന ഈ രോഗം മൂലം ദീർഘനേരം ഇരിക്കാനും നിൽക്കാനും കഴിയാത്ത അവസ്ഥയുമാണ്. ക്രമേണ ചലനശേഷി ഇല്ലാതായി വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. ജെയ്സന് 1 മാസത്തേക്കുള്ള മരുന്ന് കുറഞ്ഞ ഡോസ് പുറമേ നിന്ന് വാങ്ങണമെങ്കിൽ 25,000 രൂപയോളം കണ്ടെത്തണം. തന്നെപ്പോലുള്ള രോഗികൾ ഇതുമൂലം കഷ്ടത അനുഭവിക്കുകയാണെന്നും ജെയ്സൺ പറയുന്നു. ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു അസുഖമാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ തന്നെ ഒരു മാസം ഒരു 25 രൂപയുടെ അടുത്ത് നമുക്ക് മാസത്തിന് തന്നെ കാണേണ്ടി വരും. ഒരു കോഴ്സ്
12 എണ്ണാണ് വേണ്ടത്. ജെയ്സന്റെ വിവരമറിഞ്ഞ കാണാനെത്തിയ MLA C രവീന്ദ്രനാഥിന് നിവേദനം നൽകിയിട്ടുണ്ട്. ആംഗിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് രോഗബാധിതരുടെ സംഘടനയും ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നിവേദനം അയച്ച് കാത്തിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. RSS പരിപാടിയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി VD സതീശൻ. ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന് നിരക്കാത്ത ഗുരുതരമായ വീഴ്ചയാണെന്നും VC-മാർ കേരളത്തോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. കേരളത്തിലെ VC-മാർ സംഘപരിവാർ വേദിയിലെത്തിയത് ഗൗരവമുള്ള പ്രശ്നമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അഭിപ്രായപ്പെട്ടു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരം ഉദയ കൺവെൻഷനിൽ നടന്ന പരിപാടിയിലാണ് കേരള MG മലയാളം സർവകലാശാല VC-മാർ പങ്കെടുത്തത്. RSS മേധാവി മോഹൻ ഭാഗവത് ആയിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. ഇതിനെതിരെയാണ് മുഖ്യമന്ത്രി VD സതീശൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ഇത് അതീവ ഗൗരവമായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. നടപടി കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും VC-മാരുടെ അന്തസ്സിനും നിരക്കാത്തതാണ്. VC-മാർ കേരളത്തോട് മാപ്പ് പറയണമെന്നും VD സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സംഭവത്തെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷം RSS 100ാം വാർഷികത്തിൽ VC-മാർ സംഘാടകരെ പോലെയാണ് പ്രവർത്തിച്ചതെന്ന് ആരോപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയണമെന്ന് MV ഗോവിന്ദൻ. RSSന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ സംഘാടകരെ പോലെ പ്രവർത്തിച്ച 3 വൈസ് ചാൻസലർമാർ വഴിയുണ്ട്. ഈ 3 പേരും RSS പ്രവർത്തകരെ പോലെ പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അതിഗൗരവതരമായിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ UDF-ഉം ഇവരെല്ലാം കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് സംഘപരിവാർ സംഘടനകളുമായുള്ള ബന്ധം നേരത്തെയും വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാക്കിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ നിശ്ചിതമായ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്തെ RSS പരിപാടിയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് ഗൗരവത്തോടെ കാണണമെന്നും ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി KB പ്രദീപിനെ നിയമിച്ചത് ശബരിമല കേസ് അട്ടിമറിക്കാനാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റെടുത്ത ശേഷം ആദ്യമായാണ് പിണറായി വിജയൻ സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSS പിടിമുറക്കുന്നതിന്റെ ഭാഗമായി വേണം RSS പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിനെ കാണാനെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതികരിച്ചില്ല. MG സർവകലാശാലയിൽ വൈസ് ചാൻസലറായി സംഘപരിവാർ അധ്യാപക സംഘടനാ നേതാവിനെ കൊണ്ടുവന്നതിനെയും എതിർത്തില്ല. RSS നിലപാടിനോട് പൂർണ്ണമായും കീഴ്പ്പെടുകയാണ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണറുടെ നിലപാട് എന്ന് പറയുന്നത് RSSന് വേണ്ടിയുള്ള നിലപാടാണ്. അപ്പോൾ RSSന്റെ നിലപാടിന് മുന്നിലുള്ള പൂർണ്ണമായ കീഴടങ്ങലാണ് ഇവിടെ UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മോഹൻ ഭാഗവത് അദ്ദേഹം പങ്കെടുത്ത RSS പരിപാടി കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ പോവുകയുണ്ടായി. ഇത് അത്യന്തം ഗൗരവത്തോടെ മതേതര കേരളം കാണുന്നൊരു കാര്യമാണ്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാനാണെന്ന് സംശയിക്കുന്നതായും നിയമനം കിട്ടിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ഇയാൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ആ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് അങ്ങേയറ്റം സംശയാസ്പദമായ നടപടിയായിരുന്നു. സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാൻ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി മാറ്റി നിർത്തിയ അവതാരങ്ങൾ വകുപ്പുകളിൽ കടന്നുകൂടിയോ എന്ന് പരിശോധിക്കണമെന്ന CPI നേതാവ് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയ്ക്കും പിണറായി വിജയൻ മറുപടി നൽകി. CPIയുടെ വകുപ്പുകളിൽ അവതാരങ്ങൾ കടന്നുകൂടിയോ എന്ന് സ്വയം പരിശോധിക്കണമെന്നായിരുന്നു പിണറായി വിജയന്റെ മറുപടി. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും അവതാരങ്ങൾ കൂടെ ചുറ്റിപ്പറ്റി നടന്നിരുന്നോ എന്ന് അന്വേഷിക്കലാണ്. അതാണ് ആദ്യം നടത്തേണ്ടത്. വന്യജീവി ആക്രമണമേൽക്കുന്നവരോട് പരിഹാസത്തോടെയും നിരുത്തരവാദപരവുമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. നഷ്ടപരിഹാരം 14 ലക്ഷത്തിൽ നിന്നും 21 ലക്ഷമാക്കണമെന്ന മുൻ LDF സർക്കാരിനോട് ആവശ്യപ്പെട്ട UDF ഇപ്പോൾ അതിന് തയ്യാറാണോ എന്നും അദ്ദേഹം ചോദിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KSRTCയിലെ സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിക്ക് നാളെ തുടക്കമാകും. രാവിലെ 8:30 തിരുവനന്തപുരം തമ്പാനൂരിൽ മുഖ്യമന്ത്രി VD സതീശൻ ചരിത്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യ യാത്രയിൽ വനിതകൾക്കൊപ്പം ബസ്സിൽ മുഖ്യമന്ത്രിയും സഞ്ചരിക്കും. ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ ഒട്ടിക്കുന്നതടക്കമുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDF മുന്നോട്ട് വെച്ച 5 ഗ്യാരണ്ടികളിൽ പ്രധാനപ്പെട്ടതായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. ഡബിൾ ബെല്ലടിച്ച് പ്രിയദർശിനി ബസ്സുകൾ ഓടിത്തുടങ്ങുമ്പോൾ അത് ഒരു ചരിത്ര നിമിഷമാകും. തിങ്കളാഴ്ച രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര ലഭ്യമാകും. ഉദ്ഘാടന സർവീസിൽ ബസ്സിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകൾ തന്നെ. ഏറ്റവും കൂടുതൽ സാധാരണയായിട്ടുള്ള യാത്രക്കാർ, വനിതാ യാത്രക്കാർ കൂടുതൽ കയറുന്നത് KSRTCയിൽ ഓർഡിനറി ബസ്സുകളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു വളരെ ചെറിയൊരു എമൗണ്ടാണ്, 25 രൂപ 30 രൂപ എന്നൊക്കെ പറഞ്ഞാലും ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോൾ ഒരു 50 രൂപ വരെ ലാഭിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ഭയങ്കരമായ, ഇപ്പോഴത്തെ ഈ വിലക്കയറ്റത്തിൽ ഭയങ്കരമായ ഒരു ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ ചരിത്രയാത്രയിൽ പങ്കാളികളാകും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിൽ 3125 ബസ്സുകളിലാണ് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര. മലബാർ മേഖലയിലെ ബസ്സുകളുടെ കുറവ് വിമർശനമായി ഉയർന്നു വരുന്നുണ്ട്. നൽകിയ വാഗ്ദാനം അതേപോലെ പാലിക്കാനാകുമോ എന്നുള്ളതാണ് കേരളം നോക്കുന്ന പ്രശ്നം. ഇപ്പോൾ ഫലത്തിൽ കേരളത്തിലെ പല പ്രദേശങ്ങളിലും അവിടെയുള്ള സ്ത്രീകൾക്ക് വേറെ വാഹനം പിടിച്ചു പോയി മറ്റ് പ്രദേശങ്ങളിൽ പോയി കയറേണ്ടതായിട്ട് വരും സൗജന്യ യാത്ര വേണമെങ്കിൽ. കാരണം അവിടെ ഈ പറയുന്ന ബസ്സില്ല. ഞങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും അനുകൂലിക്കുന്ന നിലയെ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളൂ. യാത്ര സൗജന്യമാണെങ്കിലും 0 ടിക്കറ്റ് നിർബന്ധമാണ്. ടിക്കറ്റ് എടുക്കാത്തവരിൽ നിന്നും 500 രൂപ പിഴ ഈടാക്കുമെന്ന മുന്നറിയിപ്പും KSRTC നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് നാളെ മുതലാണ് സൗജന്യ യാത്ര. ഇതിനെതിരെ വ്യത്യസ്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആലുവയിലെ ഒരു ബസ് ഉടമ. പുരുഷന്മാർക്ക് സൗജന്യ ബസ് യാത്ര നൽകിക്കൊണ്ടാണ് പ്രതിഷേധം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിൽ പ്രതിഷേധമുള്ള പുരുഷന്മാർക്ക് ഇങ്ങ് കൊച്ചിയിലേക്ക് പോരാം. ഈ കാണുന്ന സ്വകാര്യ ബസ്സിൽ നാളെ നിങ്ങൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. സർക്കാർ തീരുമാനത്തിനെതിരെ വ്യത്യസ്ത പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പുരുഷന്മാർക്ക് ബസ് ഉടമ സൗജന്യ യാത്ര ഒരുക്കിയിരിക്കുന്നത്. ആലുവ മാഞ്ഞാലി റൂട്ടിലോടുന്ന ലിറ്റിൽ ഫ്ലോർ ബസിന്റെ ഉടമ BO ഡേവിസ് ആണ് പുതിയ സമരമുഖം തുറന്നിരിക്കുന്നത്. KSRTC സൗജന്യ യാത്ര ആരംഭിക്കുന്ന നാളെ ഈ ബസ്സിൽ പുരുഷന്മാർക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര. മാത്രമല്ല KSRTC ഒഴിവാക്കി ബസ്സിൽ കയറുന്ന സ്ത്രീകൾക്ക് മധുരവും നൽകും. ആരും തന്നെ ഈ ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് ഇതേവരെ ഒരു ചർച്ചയിൽ പോലും വന്നിട്ടില്ല. കേരളത്തിൽ ഏതാണ്ട് 10,000-ഓളം സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ തിങ്കളാഴ്ച ഈ തീരുമാനം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനം ബസ്സുകളും അവർക്ക് ഡീസൽ അടിക്കാനുള്ള പൈസ പോലും കിട്ടാതെ വലിയ പ്രതിസന്ധി നേരിടും. സ്ത്രീ യാത്രക്കാർ KSRTCയിൽ ഞങ്ങൾ ഇന്നലെ വരെ പോയ ആ ബസ്സിനെ കൈവിടാതെ അവരിതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ സർവാത്മന നമ്മളവരെ സ്വാഗതം ചെയ്യും. നാളെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളവർക്ക് മധുരം നൽകി, ലഡു, മിഠായി എല്ലാം നൽകി ഞങ്ങളവരെ പ്രത്യേകമായിട്ട് അവരെ അനുമോദിക്കും. കാരണം അവരാണ് റിയൽ ഹീറോ. കാരണം അർഹതയില്ലാത്ത ഒത്തിരി ആളുകൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടി സൗജന്യം കൊണ്ട് അതിനകത്ത് ഉപയോഗപ്പെടുത്തും. അത് ആണ് നമുക്കുള്ള ഒരു എതിർപ്പ്. ഈ ഞങ്ങളുടേത് ഉൾപ്പെടെയുള്ള ബസ്സുകൾ സർക്കാർ ഏറ്റെടുക്കണം. അതിനകത്ത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു പരിഹാരം എന്ന നിലയിൽ ഞങ്ങൾക്ക് അതിൻ്റെ കിലോമീറ്റർ അടിസ്ഥാനത്തിലോ അതെല്ലാം സംസ്ഥാന തലത്തിലുള്ള ഒത്തിരി നേതാക്കളുണ്ട്. അവരുമായിട്ടൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് നിങ്ങളുടെ സജഷൻ എന്താണെന്ന് ചോദിക്കുക. അതൊക്കെ നിലവിൽ കൊടുത്തിട്ടുണ്ട്, പല വട്ടവും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒന്നുകൂടി ചർച്ച ചെയ്തിട്ട് ഈ മേഖലയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പൊതുഗതാഗതമാണ് ഇല്ലാണ്ടാവുന്നത്. KSRTC ബസ്സുകളുമായി ഒപ്പത്തിനൊപ്പം പോകുന്ന സ്വകാര്യ ബസ് സർവീസുകളെ സർക്കാർ തീരുമാനം സാരമായി ബാധിക്കുമെന്ന് ഉടമകൾ പറയുന്നു. കൃത്യമായ പരിശോധനകൾ നടത്താതെയാണ് സർക്കാർ തീരുമാനം കൈക്കൊണ്ടതെന്നാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ബജറ്റിൽ പ്രത്യേക ഇളവുൾപ്പെടെ ബസ് ഉടമകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതി ജൂൺ 15 മുതൽ യാഥാർത്ഥ്യമാവുകയാണ്. നാടൊന്നാകെ ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട് പഞ്ചായത്ത് മാത്രം കടുത്ത നിരാശയിലാണ്. ഓർഡിനറി ബസ് ഇല്ലാത്തതിനാൽ ഈ മലയോര ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം പൂർണ്ണമായും നഷ്ടമാകും. ദൂരയാത്രയ്ക്കൊക്കെ ബസ് ഇല്ലാത്തതിന്റെ വെളുപ്പിനെ തന്നെ എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നുണ്ട് ബസ് ഉണ്ടോ എന്ന്. അപ്പം ഞാൻ പറയും ഇല്ല എന്ന് വിളിച്ചു പറയും. കാരണം ഇവിടോട്ട് വരുന്നത് നമ്മൾ അറിയുന്നില്ല. ബസ് ഉണ്ടെങ്കിലും 4 ദിവസത്തേക്കേ ഉള്ളൂ. പിന്നെ ബസ് ഇല്ലല്ലോ. നമുക്ക് തീർച്ചയായിട്ടും ബസ് വേണം, ഒന്നിലധികം ബസ് വേണം. ഇഷ്ടം പോലെ ജോലിക്ക് പോയിട്ട് വരുന്നവരുണ്ട്. അത് ബുദ്ധിമുട്ടി അവർ വൈകിട്ട് വരുന്നത്. രാത്രിയിലെ ചിലപ്പോൾ 1-2 ബസ്സൊക്കെ കാണുള്ളൂ. നമുക്ക് അത്യാവശ്യം നമുക്ക് ബസ് വേണം. ഇത് പുതിയ സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതി എന്ന പ്രഖ്യാപനം കേട്ട
പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിൽ ഉൾപ്പെട്ട വിവിധ പ്രദേശങ്ങളിലുള്ള സ്ത്രീകൾക്ക് യാതൊരു വിധത്തിലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ പ്രദേശങ്ങളിലേക്ക് KSRTC ഓർഡിനറി സർവീസുകളില്ല. പ്രധാനമായും തണ്ണിത്തോട് പഞ്ചായത്തിലെ കരിമാൻതോട്, തേക്കുതോട്, മണ്ണീറ, അടവി, എലിമുള്ളുംപ്ലാക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഒരു കാലത്ത് നിരവധി KSRTC ഓർഡിനറി സർവീസുകൾ സജീവമായിരുന്ന റൂട്ടുകളാണിത്. നാട്ടുകാർ നിരന്തരം പ്രതിഷേധിച്ചിട്ടും നിവേദനങ്ങൾ നൽകിയിട്ടും തണ്ണിത്തോട്ടിലേക്ക് ഓർഡിനറി ബസ് അയക്കാൻ KSRTC തയ്യാറാകുന്നില്ലെന്നാണ് ജനങ്ങളുടെ പരാതി. ജനകീയ പ്രക്ഷോഭം ഉണ്ടായപ്പം അവർ 3 ബസ്സാക്കി. പക്ഷെ 3 ബസ്സെന്ന് പറയുന്നത് വെളുപ്പാങ്കാലത്താണ്. ഒരു തിരുവനന്തപുരം ഫാസ്റ്റ് 7:15 അത് നിർത്തി. 8:30 കോട്ടയം ഉണ്ടായിരുന്നു, അത് നിർത്തി. ഇപ്പോൾ ഒരു 4:30 ഒരു തൃശ്ശൂർ ഫാസ്റ്റ് മാത്രം വന്നിട്ടുണ്ട്. കൂടുതൽ ബസ് ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പത്തനംതിട്ട കോന്നി തണ്ണിത്തോട് റൂട്ടിൽ നിലവിലോടുന്ന 2 ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ തങ്ങൾക്ക് യാതൊരു സാമ്പത്തിക ആശ്വാസവും നൽകുന്നില്ലെന്ന് പ്രദേശവാസികൾ ഒരേ സ്വരത്തിൽ പറയുന്നു. തങ്ങൾക്കും പ്രിയദർശിനി പദ്ധതിയുടെ തണൽ വേണമെന്നാണ് തണ്ണിത്തോട്ടിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ആവശ്യം. ഇതിപ്പോ എന്നും കൊടുക്കണം, വണ്ടിക്കൂലി 28 രൂപ വെച്ച് കോന്നിന്ന് വെച്ച് കൊടുക്കണം. ഇതാകുമ്പോൾ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടെങ്കിൽ സൗജന്യമായിട്ട് പോരുവാണെങ്കിൽ നല്ലതല്ലേ. കൂടുതലും ബസ് വരണം. KSRTC ഞങ്ങൾക്ക് സൗജന്യമായിട്ട് പോകാൻ ഞങ്ങൾക്ക് അനുവദിക്കണം. ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾക്ക് ഒരു നിവൃത്തികളും ഇല്ല. എന്നും 60 രൂപ 70 രൂപ വണ്ടിക്കൂലി കൊടുത്ത് ഓട്ടോക്കൂലി കൊടുക്കുന്നത്. വള്ളിക്കോട് കോട്ടയം പത്തനംതിട്ട റൂട്ടിലും പൂങ്കാവ് കോന്നി റൂട്ടിലും KSRTCയുടെ ഓർഡിനറി ബസ്സുകളില്ല. ഈ പ്രദേശങ്ങളിലൊക്കെ അമ്മമാർക്കും സഹോദരിമാർക്കും പ്രിയദർശിനി വെറുമൊരു പ്രഖ്യാപനം മാത്രമായി അവശേഷിക്കുമോ അതോ അധികൃതർ കണ്ണു തുറക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് അർഹതപ്പെട്ട എല്ലാവരിലേക്കും എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അത് അധികൃതർ ചെയ്യുമെന്ന് തന്നെയാണ് യാത്രക്കാരുടെ പ്രതീക്ഷ. ക്യാമറമാൻ രതീഷ് മടമ്പേശ്വരനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. ഒമാൻ തീരത്ത് ഇന്ത്യൻ ചരക്ക് കപ്പൽ മുങ്ങുന്നു. കപ്പലിലുള്ള 14 ഇന്ത്യക്കാരെ US നാവികസേന രക്ഷപ്പെടുത്തി. വിരാട് 1 എന്ന ചരക്ക് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. എഞ്ചിൻ തകരാറാണ് അപകട കാരണമെന്നാണ് റിപ്പോർട്ട്. ശനിയാഴ്ച റാസൽഹദിന് കിഴക്ക് 80 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. അമേരിക്കൻ നാവികസേനയാണ് നിർണായക വിവരം ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയത്. തുടർന്ന് ഇന്ത്യൻ നാവികസേന രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു. അമേരിക്കൻ നാവികസേനയുടെ P-8 മാരിടൈം പട്രോൾ വിമാനം സ്ഥലത്തെത്തി മുങ്ങിക്കൊണ്ടിരുന്ന കപ്പലിലേക്ക് ലൈഫ് റാഫ്റ്റുകൾ ഇട്ട് നൽകി. പരിസരത്തുണ്ടായിരുന്ന ജബൽ അലി എന്ന ചരക്ക് കപ്പലും രക്ഷാദൌത്യത്തിൽ പങ്കാളികളായി. ഒമാനിലെ സോഹാറിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്നു ഈ കപ്പൽ. പശ്ചിമേഷ്യൻ മേഖലയിൽ ഇന്ത്യൻ നാവികരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ അപകടം റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പത്ത് വർഷത്തിന് ശേഷം അധികാരമേറ്റ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ ഒരു പുതുയുഗ പ്രതീക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന് ജനക്ഷേമവും വികസനവും മുഖമുദ്രയാക്കുന്ന ബജറ്റാണ് തയ്യാറാക്കേണ്ടത്. കടം കയറിയ ഖജനാവിൽ നിന്നുകൊണ്ട് സാമ്പത്തിക സ്രോതസ്സിന്റെ വിസ്മയങ്ങൾ തീർക്കുക എന്നത് തന്നെയാണ് ധനമന്ത്രിയായ മുഖ്യമന്ത്രിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി. സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന കേരളത്തിലെ 3ാമത്തെ മുഖ്യമന്ത്രിയായ VD സതീശന് ആദ്യ അംഗത്തിൽ കാര്യക്ഷമതയോടെയും ദീർഘവീക്ഷണത്തോടെയുമുള്ള ബജറ്റ് അവതരിപ്പിച്ചേ മതിയാകൂ. 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തുന്ന UDF മുഖ്യമന്ത്രിക്ക് മേലുള്ളത് പ്രതീക്ഷയുടെ അമിതഭാരവും കടത്താൽ നട്ടം തിരിയുന്ന ധനവകുപ്പുമാണ്. ഇവിടെ നിന്നുകൊണ്ട് വേണം മുഖ്യമന്ത്രിക്ക് സദ്ഭരണവും സഹാനുഭൂതിയും പ്രമേയമാക്കിയുള്ള തന്റെ കന്നി ബജറ്റ് അവതരിപ്പിക്കേണ്ടത്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ നിന്ന് തന്നെയാണ് ആദ്യം തുടങ്ങേണ്ടത്. പ്രധാന ആകർഷണമായ KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യയാത്രയും ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയും പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ ധനസഹായവും നടപ്പാക്കാൻ പണം കണ്ടെത്തിയേ മതിയാകൂ. ഇതിനു പുറമെയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 ഉയർത്തുമോ എന്ന ചോദ്യവും. ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച സർക്കാരിന്റെ ബജറ്റ് കൂടിയാകുമ്പോൾ വയോജനക്ഷേമത്തിനും കൈത്താങ്ങുണ്ടാകണം. ഇതിനു പുറമെ സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന വിവിധ വകുപ്പുകളിൽ കരുതലുണ്ടാകണം. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അതിവേഗത്തിൽ നടപ്പാക്കാൻ തുടങ്ങിക്കഴിഞ്ഞ സർക്കാർ എന്ന പ്രതിച്ഛായ നിലനിർത്തണമെങ്കിൽ ഇതൊക്കെ ബജറ്റിൽ പ്രതിഫലിച്ചേ മതിയാകൂ. സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് പരമാവധി ഊന്നൽ നൽകിയ ശേഷം വികസന പദ്ധതികളിലേക്ക് കടക്കണം. ഇവിടെയും വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള ശ്രമമുണ്ടാകണം. വൻകിട വികസന പദ്ധതികൾ തൽക്കാലം ആദ്യ ബജറ്റിൽ ഇടം പിടിക്കുമെന്ന് കരുതാനാകില്ല. സാമ്പത്തിക സ്ഥിതി അത്രമേൽ പ്രതികൂലമാണ്. പക്ഷെ കേരളത്തെ വികസന പാതയിലേക്ക് നയിക്കുന്ന സർക്കാരാണ് എന്ന ബോധ്യം ബജറ്റിൽ കാണിച്ചേ മതിയാകൂ. സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും ഊന്നൽ നൽകുന്ന പദ്ധതികളുണ്ടാകും. ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക, IT, വ്യാവസായിക മേഖലകൾക്കും കൈത്താങ്ങുണ്ടാകണം.
ഇനി അറിയേണ്ടത് ഇതിനായുള്ള സാമ്പത്തിക സ്രോതസ് എങ്ങനെ കണ്ടെത്തുമെന്നതാണ്. ഇന്ധന വിലവർധനയുടെ പശ്ചാത്തലത്തിൽ നികുതി പരിഷ്കാരങ്ങൾ ഉണ്ടാകുമോ? ജനങ്ങളുടെ മേൽ അമിത നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന തീരുമാനം തൽക്കാലം ആദ്യ ബജറ്റിൽ ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം കണ്ടെത്താൻ LDF സർക്കാർ കിഫ്ബി എന്ന തന്ത്രമാണ് പ്രയോഗിച്ചതെങ്കിൽ UDF സർക്കാർ ആവിഷ്കരിക്കുന്ന ബദൽ മാർഗത്തിലും ആകാംക്ഷയുണ്ട്. ഇവിടെയാണ് VD സതീശൻ എന്ന സാമ്പത്തിക വിദഗ്ധന്റെ വിസ്മയ ബജറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന മാജിക്കുകൾ എന്താകുമെന്ന കൗതുകം. പക്ഷേ മുഖ്യമന്ത്രി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഷൊർണൂരിൽ 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. സ്ഥലം വാർഡ് കൗൺസിലറുടെ ഭർത്താവിന് ഉൾപ്പെടെയാണ് കടിയേറ്റത്. ഇന്ന് രാവിലെ 11 മണിയോടെ ഷൊർണൂർ മുതലിയാർ തെരുവിൽ വെച്ചാണ് സംഭവം. ഷൊർണൂർ സ്വദേശികളായ ശശികല, കൃഷ്ണരാജ്, മണികണ്ഠൻ എന്നിവർക്കാണ് കടിയേറ്റത്. മണികണ്ഠനും കൃഷ്ണരാജിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇടുക്കി പീരുമേട് അരണക്കല്ലിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ വനം വകുപ്പ് ശ്രമം ഊർജിതമാക്കി. 3 കൂടുകളും 16 നിരീക്ഷണ ക്യാമറകളും വനം വകുപ്പ് മേഖലയിൽ സ്ഥാപിച്ചു. എന്നാൽ ഇതിനുശേഷവും വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്നതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ. മൂന്നാർ പാമ്പൻമല ഭാഗത്തു നിന്ന് 22 കന്നുകാലികളെ കൊന്ന കടുവ കഴിഞ്ഞ മാർച്ചിലാണ് വനംവകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങിയത്. ഇതിനെ ഏപ്രിൽ 2-ന് പെരിയാർ കടുവാ സങ്കേതത്തിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടു. കടുവയുടെ നീക്കങ്ങൾ അറിയാൻ റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ഈ കടുവ തന്നെയാണ് പീരുമേട് അരണക്കല്ലിൽ എത്തിയതെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. കടുവയുടെ കഴുത്തിലെ റേഡിയോ കോളർ താഴ്ഭാഗത്തേക്ക് മാറിയതിനാൽ സാറ്റലൈറ്റ് വഴിയുള്ള സിഗ്നൽ ലഭിക്കുന്നില്ല. ഇതുമൂലം കടുവ ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് കൃത്യമായി കണ്ടെത്താൻ വനംവകുപ്പിന് കഴിയാത്ത സാഹചര്യമാണ്. ജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ചതോടെ കടുവയുടെ സഞ്ചാരപഥം വിലയിരുത്തി കൂടുകൾ സ്ഥാപിക്കുകയായിരുന്നു. ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം പണിക്ക് പോകാനും പേടിയാണ്. ഇവിടെ 100 പിള്ളേർ പെരിയാർ സ്കൂളിനും പോകുന്നുണ്ട്, അരണക്കൽ സ്കൂളിനും വരുന്നുണ്ട്. അപ്പോൾ പിള്ളേരിനും ഭയങ്കര പേടിയായിപ്പോയി. ഇപ്പോൾ ആൾക്കാർ വെളിയിറങ്ങി നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്. ഇസ്റ്റേറ്റുകാർക്കും പണിയെടുക്കാനും ആൾക്കാരും പണിക്ക് പോകുന്നില്ല. ഇത് കാരണം കൊണ്ട് ഞങ്ങൾ ഭയങ്കര പേടിയായി നിൽക്കുന്നത്. ഞങ്ങൾ എല്ലാം ഒരു ശക്തമായിട്ട് ഒരു സമരം നടത്തിയപ്പോൾ ഇവരെല്ലാം പറയുന്നുണ്ട്. DFO അടക്കം എല്ലാം വന്നുകൊണ്ട് ഇവർ മീറ്റിംഗ് നടന്നുകൊണ്ട് ഇവർ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ടി അവർ എല്ലാം സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഞങ്ങൾ മെമ്പർക്ക് നിലയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ എല്ലാം ചെയ്യുന്നത് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പലനും ഇതുവരെ കിട്ടിയിട്ടില്ല. വനം വകുപ്പിന്റെ 3 സംഘങ്ങളെ കടുവയെ നിരീക്ഷിക്കാനും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാനുമായി നിയോഗിച്ചിട്ടുണ്ട്. എങ്കിലും കൂട് സ്ഥാപിച്ച ശേഷവും വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടു. ഇതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതത്തിൽ പഠിച്ചെടുത്ത ചിത്രകല 2 വർഷത്തിൽ കോഴിക്കോട് അത്തോളി സ്വദേശിനി നിപുണ ശശിധരൻ വരച്ചു തീർത്ത ചിത്രങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമാകുന്നു. നിരവധി പേരാണ് ചിത്രങ്ങൾ ആസ്വദിക്കാനായി എത്തുന്നത്. ഇന്ത്യൻ റെയിൽവേ ജോലിയിൽ നിന്ന് വിരമിച്ച നിപുണ ശശിധരൻ വിശ്രമ ജീവിതം ചിത്രകലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിനിടെ വരച്ച 25 മ്യൂറൽ പെയിന്റിങ്ങുകളാണ് കോഴിക്കോട് ലളിതകല ആർട്ട് ഗാലറിയിൽ പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്. ഗണപതിയും കൃഷ്ണനും രാധയും ശിവനും ബുദ്ധനുമെല്ലാം ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. ചെറുപ്പത്തിൽ തോന്നിയ ആഗ്രഹം സഫലമായ സന്തോഷമാണ് നിപുണ ശശിധരന്. പെയിൻറ്റിങ്ങിനോട് എനിക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അമ്പലങ്ങളിൽ മ്യൂറൽ പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടിട്ട് എനിക്ക് അതിനോടൊരു വളരെയധികം അഭിനിവേശം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അത് പഠിക്കാനോ അതിനുള്ള സാഹചര്യം കിട്ടിയില്ല. ജോലിയും എല്ലാ തിരക്കും ഉണ്ടായിട്ട്. പിന്നെ ഞാൻ ബോട്ടണി മെയിനായതുകൊണ്ട് അത്യാവശ്യം വരയ്ക്കാൻ റെക്കോർഡ് വരച്ച പരിചയമുണ്ട്. പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് സാറ് ഗ്രിഡ് മെത്തേഡിലൂടെയാണ്, ട്രേസിംഗ് അല്ല, ഗ്രിഡ് മെത്തേഡിലൂടെയാണ് ഇത് വരയ്ക്കാൻ പഠിപ്പിച്ചത്. അപ്പോൾ അതെനിക്ക് കുറച്ച് പെട്ടെന്ന് പഠിക്കാൻ പറ്റി. പൂർണ്ണ പിന്തുണയുമായി കുടുംബവും അവർക്കൊപ്പമുണ്ട്. സുഗമമായ വഴികളിലൂടെ മ്യൂറൽ പെയിന്റിംഗ് പഠിച്ചെടുക്കാൻ കഴിയുമെന്നും തന്റെ സ്വപ്നം കൂടിയാണ് യാഥാർത്ഥ്യമായതെന്നും പരിശീലകൻ ഷനോദ് കുമാർ പറയുന്നു. നിപുണ മേഡം കഴിഞ്ഞ 2 വർഷം മുന്നേ ഈ ഒരു ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ക്ലാസ്സിലേക്ക് വന്നതും. ഇവർ ഈ ഗ്രിഡ് മെത്തേഡ് വരെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പം ഇവർക്ക് എല്ലാ ചിത്രങ്ങളും അനായാസം വരയ്ക്കാനും പറ്റി. പക്ഷേ ഞാനൊക്കെ വിചാരിച്ച ഒരു സ്വപ്നമാണിത്. കാരണം എന്താ വെച്ചാൽ ഒരാളെ പഠിപ്പിച്ചും കണ്ട് ഇങ്ങനത്തെ ഒരു വേദി കൊണ്ടുവരിക എന്നുള്ളത് അതെൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതിവിടെ നടക്കുകയും ചെയ്തു. ചിത്രകലാരംഗത്തേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കെല്ലാം പ്രചോദനമായി മാറുകയാണ് നിപുണ. അമൃത ന്യൂസ്, കോഴിക്കോട്.
മലയാളികളുടെ അഭിമാനം തക്സീനായി ഒത്തുകൂടി സ്നേഹിതർ. ജന്മനാടായ കണ്ണൂർ വളപട്ടണത്ത് ആശംസകൾ നേർന്ന ആരാധകർ. ഖത്തറിനായി വരും ദിവസങ്ങളിൽ തക്സീൻ കളിക്കളത്തിലിറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് വളപട്ടണക്കാർ. കോടി ഇന്ത്യക്കാരുടെ സ്വപ്നത്തിലേക്ക് പന്ത് തട്ടാനെത്തുന്ന വളപട്ടണം സ്വദേശി തക്സിൻ മുഹമ്മദിന് ആശംസകളുമായാണ് നാട്ടുകാരും ബന്ധുക്കളും ഒത്തുചേർന്നത്. പല ടീമിന്റെ ആരാധകരാണെങ്കിലും തക്സീനിലൂടെ ഖത്തർ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണിവർ. പതിനാറടി വലുപ്പത്തിൽ തയ്യാറാക്കിയ ബിഗ് സ്ക്രീനിൽ ഖത്തറിന്റെ കളിയെ വരവേറ്റു. ആദ്യ പ്ലേയിങ് 11-ൽ ഇടം പിടിക്കാനായില്ലെങ്കിലും തക്സീന്റെ സാന്നിധ്യം തന്നെ നാട്ടുകാർക്ക് ആവേശമായിരുന്നു. ആദ്യ മിനിറ്റുകളിൽ തന്നെ ഗോൾ വഴങ്ങിയെങ്കിലും ഖത്തറിന്റെ ഓരോ മുന്നേറ്റവും ആരാധകർക്ക് ആവേശമായി. കളിയുടെ അവസാന മിനിറ്റിലെ ഖത്തറിന്റെ ഗോൾ മടക്കം ആരാധകരുടെ ആഹ്ലാദം വാനോളം എത്തിച്ചു. വരും മത്സരങ്ങളിൽ പ്രിയപ്പെട്ട തക്സീൻ കളിക്കളത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്നേഹിതർ. അമൃത ന്യൂസ്, കണ്ണൂർ. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം നെഞ്ചേറ്റി തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കിക്ക് ഓഫ്. പറവട്ടാനി ന്യൂ ഫുട്ബോൾ ക്ലബ്ബിലെ 120ഓളം കുട്ടികളാണ് കേന്ദ്രമന്ത്രിക്കൊപ്പം ഫുട്ബോൾ ആരവം പങ്കിടാൻ ഒത്തുകൂടിയത്. SG കിക്ക് ഓഫ് എന്ന് പേരിട്ട പരിപാടിയിൽ മൈതാനത്തിറങ്ങി കുട്ടികൾക്കൊപ്പം പന്ത് തട്ടിയാണ് കേന്ദ്രമന്ത്രി കായിക പ്രേമികളിൽ ആവേശം നിറച്ചത്. മുണ്ടുമടക്കി കുത്തി സ്റ്റൈലിൽ ഫുട്ബോൾ കിക്ക് ഓഫ് ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കണ്ട കുട്ടികൾ അമ്പരന്നു. പറവട്ടാനി പെലെ ഗ്രൗണ്ടിൽ 120ഓളം കുട്ടികൾക്കൊപ്പം ഫുട്ബോൾ കളിച്ചുകൊണ്ട കേന്ദ്രമന്ത്രി കുട്ടികളിൽ ലോകകപ്പ് ആവേശമുയർത്തി. എല്ലാവർക്കും എന്നപോലെ പോർച്ചുഗലും ഫ്രാൻസും ജർമ്മനിയും ഒക്കെയാണ് തന്റെ ഇഷ്ട ടീമുകളെന്നും എങ്കിലും തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഇത്തവണ ലോകകപ്പ് കളികൾ കാണാൻ സാധിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് ചെറിയ നിരാശയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം കളിക്കാനിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. അല്ല, എനിക്കെപ്പോഴും പോർച്ചുഗൽ, ഫ്രാൻസ്, ജർമ്മനി അങ്ങനെ അത് പക്ഷേ അതിനൊരു ന്യായവുമില്ല. കാരണം എല്ലാ ടീമിലും ഒരുപക്ഷെ നമുക്കിങ്ങനെ ചില ടീമുകൾ നമ്മളുടെ ഇഷ്ടക്കാരാവുമ്പോൾ ആ ഇഷ്ടത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ മറ്റ് ടീമുകളിൽ പുതുമുഖങ്ങൾ വന്നിട്ടുണ്ടാവും, പുതിയ ഫുട്ബോൾ കളിക്കുന്നവരുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ ഷിഫ്റ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ടീമുണ്ടായി വരണം. നമുക്ക് അങ്ങനെ ഒരു ഫുട്ബോൾ ടീം എന്ന് പറയുന്നത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്ന സാഹചര്യമുണ്ട്. അത് അടുത്ത തവണ ഇല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ അത് സാധ്യമാകുമെന്ന് വിചാരിക്കാം. പറവട്ടാനി ന്യൂ ഫുട്ബോൾ ക്ലബ്ബിലെ കുട്ടികളാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം ലോകകപ്പ് ഫുട്ബോൾ ആരവം പങ്കിടാനെത്തിയത്. അമൃത ന്യൂസ്, തൃശൂർ.